ഫെബ്രുവരി 26 ബുധനാഴ്ച. മാർക്കോസ് 9:38 മുതൽ 40 വരെ വാക്യങ്ങൾ. ദാവീദ് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയതിന് ശേഷം ഇസ്രായേലിയർക്കിടയിൽ ദാവീദിൻ്റെ ജനപ്രീതി വർദ്ധിച്ചു. അതിനാൽ സാവൂളിന് ദാവീദിനോട് അസൂയ തോന്നി. സ്ത്രീകൾ പാടി, സാവൂൾ തൻ്റെ 1000-ങ്ങളെയും ദാവീദ് തൻ്റെ 10,000-ങ്ങളെയും കൊന്നു എന്ന്. ഇത് സാവൂളിൻ്റെ അരക്ഷിതാവസ്ഥയെ കൂടുതൽ ജ്വലിപ്പിച്ചു. സാവൂളിൻ്റെ അസൂയ അവനെ ഒരു പ്രജയായി കാണുന്നതിന് പകരം ഒരു എതിരാളിയായി കാണാൻ പ്രേരിപ്പിച്ചു. സാവൂൾ പലതവണ ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ചു. അവസാനം ദാവീദിന് തൻ്റെ ജീവന് വേണ്ടി ഓടിപ്പോകാൻ നിർബന്ധിതനായി. അസൂയ മറ്റുള്ളവരെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ എങ്ങനെ വളച്ചൊടിക്കുമെന്ന് ഈ കഥ വ്യക്തമാക്കുന്നു. പരസ്പരം സഹായിക്കുന്നതിന് പകരം ഭീഷണിയായി കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അസൂയ നമ്മുടെ ബന്ധങ്ങളെ വിഷലിപ്തമാക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ വിജയങ്ങൾ ആഘോഷിക്കുന്നതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി നമുക്ക് ഇന്ന് ഈ സംഭവത്തെ കാണാം. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് യോഹന്നാൻ യേശുവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: ഗുരോ, ദുർഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ നമ്മെ അനുഗമിക്കാത്തതിനാൽ ഞങ്ങൾ അവനെ തടയാൻ ശ്രമിച്ചു. ദുർഭൂതങ്ങളെ പുറത്താക്കാനുള്ള ആ വ്യക്തിയുടെ കഴിവിൽ ശിഷ്യന്മാർക്ക് അല്പം അസൂയ ഉണ്ടായെന്ന് തോന്നുന്നു. യേശു യോഹന്നാനോട് പറഞ്ഞു, അവനെ തടയരുത്. എൻ്റെ നാമത്തിൽ ആരെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ എന്നെ ദുഷിക്കാൻ ആർക്ക് കഴിയും? പിന്നെ യേശു കൂട്ടിച്ചേർക്കുന്നു, നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. ഇന്ന് യേശു നമുക്കൊരു പ്രധാന നിർദ്ദേശം നൽകുന്നുണ്ട്. നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണെന്ന് അവൻ പറയുന്നു. സാധാരണയായി മിക്ക മനുഷ്യർക്കും ഏത് വ്യക്തികളാണ് തങ്ങളെ പിന്തുണയ്ക്കുന്നതെന്നറിയാം. ഏതൊക്കെ ആളുകളാണ് നമ്മോട് പോരാടുകയോ നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഈ വ്യക്തികൾ നമ്മുടെ ആന്തരിക സമാധാനവും ഐക്യവും തകർക്കാൻ നാം അനുവദിച്ചേക്കാം. മനുഷ്യരെന്ന നിലയിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നമ്മളിൽ പലരും അമിതമായി ചിന്തിച്ചേക്കാം. എന്നാലും യേശു തൻ്റെ ശിഷ്യന്മാർ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ മറ്റുള്ളവരോട് അസൂയപ്പെടാനോ മറ്റുള്ളവരുടെ കഴിവുകളും അല്ലെങ്കിൽ അതിൽ മോഹിക്കാനോ അവൻ ആഗ്രഹിക്കുന്നില്ല. യേശു വ്യക്തമായി തൻ്റെ ശിഷ്യന്മാർ സ്വന്തം ദാനങ്ങളെയും മറ്റുള്ളവരുടെ ദാനങ്ങളെയും വിലമതിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ജീവിതം ഒരു മത്സരമായിട്ടല്ല കാണേണ്ടത്. എന്നിട്ടും നമ്മളിൽ പലരും അങ്ങനെയാണ് ജീവിക്കുന്നത്. ദൈവം പല വിധത്തിൽ പ്രവർത്തിക്കുന്നു. പലപ്പോഴും സാധാരണ സാഹചര്യങ്ങളിൽ സാധാരണക്കാരെ തൻ്റെ അത്ഭുതങ്ങൾ ചെയ്യാൻ അവൻ അവരെ ഉപകരണങ്ങളായി ശക്തരാക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വിശാല ഉൾക്കൊള്ളുന്നതുമായ സ്വഭാവം ഈ വിവരണത്തിൽ കാണാം. ദൈവത്തിൻ്റെ ശക്തിയും സ്നേഹവും നമ്മുടെ പരിമിതമായ ധാരണകളെയും നാം സൃഷ്ടിക്കുന്ന അതിരുകളെയും മറികടക്കുന്നുവെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഇടുങ്ങിയ ചിന്തയിൽ കുടുങ്ങിപ്പോകുന്നതിന് പകരം പൊതു നന്മയിലും ദൗത്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ യേശു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഈ പാഠം ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ നിറഞ്ഞതാണ്. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പേരിൽ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ അത് ചെയ്യുന്നയാളെ പരിഗണിക്കാതെ ദൈവത്തിൻ്റെ ഉദ്ദേശവുമായി പൊരുത്തപ്പെടുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുമായിട്ട് ഐക്യവും സഹകരണവും ചെയ്യാൻ ഇത് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.